അവസാനം കങ്കന റണൌത്തിനെ തള്ളിപ്പറഞ്ഞ് ബി.ജെ.പി. ഗത്യന്തരമില്ലാതെ ബി.ജെ.പിയുടെ നിലപാടുകളും പോളിസികളും അല്ല കങ്കന റണൌത്ത് പറയുന്നതെന്ന് ബി.ജെ.പി. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വിമർശനം മുതൽ കർഷക പ്രക്ഷോഭത്തിലെ അപകീർത്തികരമായ കാര്യങ്ങൾ വരെ കങ്കന റണൌത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. സീരിയസ് അല്ലാത്തൊരു രാഷ്ട്രീയക്കാരി, ഒരു രാഷ്ട്രീയ നേതാവിന്റെ സ്വരമായിരുന്നു അവർക്ക്. അവസാനം ഔദ്യോഗികമായി തന്നെ കങ്കന റണൌത്തിനെ തള്ളിപ്പറഞ്ഞ് ബി.ജെ.പി. जो बांग्लादेश में हुआ ना, वो यहाँ होते हुए भी देर नहीं लगनी थी। अगर हमारे इतने शीर्ष नेतृत्व जो हमारे इतने सशक्त नहीं होते, यहाँ पे जो फार्मर्स प्रोटेस्ट हुए, वहां पे लाशें लटकी थी, वहां पे रेप हो रहे थे, और जब वो किसानों के हितकारी बिल जो वापस लिए गए थे, तो पूरा देश जो है वो चौंक गया था। और वो किसान आज भी वहां बैठे हुए, उन्होंने कभी सोचा ही नहीं ये बिल वापस होगा। वो बड़ी लंबी प्लानिंग थी, जैसे बांग्लादेश में हुई है. നമസ്കാരം. കങ്കന റണൌത്ത് എന്ന അഭിനേത്രിയെ നമുക്കറിയാം. വലിയ കലാകാരിയാണ്, നാഷണൽ അവാർഡ് ലഭിച്ച വ്യക്തിയാണ്. പക്ഷെ അവരൊരു നോൺ സീരിയസ് പൊളിറ്റീഷ്യനാണ്. ഗൗരവമായി രാഷ്ട്രീയത്തെയും രാഷ്ട്ര നിർമ്മാണത്തെയും കാണുന്ന ഒരു വ്യക്തിയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴും അപകീർത്തികരമായ പ്രസ്താവനകൾ, മോശകരമായ പരാമർശങ്ങൾ, രാഹുൽ ഗാന്ധി ഡ്രഗ് അഡിക്റ്റ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ, തികച്ചും അപലപനീയമായ അധിക്ഷേപകരമായ കാര്യങ്ങൾ എല്ലാവരെക്കുറിച്ചും പറയുന്ന കങ്കനയെ അവസാനം ബി.ജെ.പി. തള്ളിപ്പറഞ്ഞു എന്ന വാർത്തയാണ്. 2020-2021 നടന്ന ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ്. ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന അവസാനം സിഖ് സമുദായ അംഗങ്ങളോട് ക്ഷമ പറയുകയും ഫാമേഴ്സിനോട് ക്ഷമ പറയുകയും ചെയ്ത് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം കൊണ്ടുവന്ന ഫാം ബിൽസ് പിൻവലിക്കുകയുണ്ടായി. ആ പ്രക്ഷോഭത്തെക്കുറിച്ച് കങ്കന റണൌത്ത് പറഞ്ഞിരിക്കുന്നത്, ഡെഡ് ബോഡീസ് വെയർ ഹാങ്ങിങ് ആൻഡ് റേപ്സ് വെയർ ടേക്കിംഗ് പ്ലേസ്. കർഷക പ്രക്ഷോഭത്തിൽ റേപ്പുകൾ നടന്നു, ബലാത്സംഗങ്ങൾ നടന്നു, അവിടെ ശവശരീരങ്ങൾ കെട്ടിത്തൂക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് കങ്കന റണൌത്ത് പറഞ്ഞത്. ഇത് രാജ്യവ്യാപകമായി കർഷകർക്കിടയിൽ പ്രകോപനം ഉണ്ടാക്കി. കങ്കന റണൌത്ത് കുറച്ചധികം കാലമായി ഇത്തരം വൃത്തികെട്ട ആഭാസകരമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു. രാജ്യത്തിന്റെ പല ആൾക്കാരെക്കുറിച്ചും കങ്കന അങ്ങനെ നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നടത്തിയിരുന്നു, വ്യത്യസ്ത പ്രതിപക്ഷ പാർട്ടികളെക്കുറിച്ച് നടത്തിയിരുന്നു. ഈ പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷവും എല്ലാം വ്യത്യസ്ത ആശയധാരകളും നിലപാടുകളും ഉണ്ടെന്നേ ഉള്ളൂ. ആർക്കും വ്യക്തിവിരോധമൊന്നുമില്ല. പക്ഷെ കങ്കന ആ നിലവാരം കുറയ്ക്കുകയും വളരെ മോശകരമായി പ്രതികരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. കങ്കനയുടെ വാക്കുകൾ രാജ്യത്തെ എല്ലാ കർഷകരെയും അപമാനിക്കുന്നതാണെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ ചൂണ്ടിക്കാട്ടി. ഫാമേഴ്സ് അടക്കം കങ്കനയെ അൺകണ്ടീഷണൽ അപ്പോളജി, കങ്കന മാപ്പ് പറയണം എന്ന കാര്യം പറഞ്ഞു. കങ്കന പറഞ്ഞ വാക്കുകൾ വളരെ പ്രകോപനപരം കൂടിയാണ്. ഞാൻ അതിലെ സംസാരിക്കാൻ കഴിയുന്ന ഭാഗങ്ങൾ സംസാരിക്കാം. ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചോ നമ്മുടെ നാട്ടിലും അത് സംഭവിക്കും. അതായത് ഈ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളൊരു കാര്യമാണ് വളഞ്ഞ വഴിയിലൂടെ പറയാൻ നോക്കുന്നത്. ഇവിടുത്തെ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റിൽ ഡെഡ് ബോഡീസ് ആൾക്കാർ കെട്ടിത്തൂക്കിയിരുന്നു, റേപ്സ് നടന്നിരുന്നു. അതായത് ഒരു വർഷത്തിലധികം കർഷക കുടുംബങ്ങൾ ബുദ്ധിമുട്ടി റോഡിലെടുത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് റേപ്പ് നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഇനി അടുത്തത് ചൈന, അമേരിക്ക പോലുള്ള വിദേശ ശക്തികളാണ് ഇതിന് പിന്നിൽ എന്നൊക്കെയാണ് കങ്കന പറയുന്നത്. അത് ചിരിക്കണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തല്ല, പക്ഷെ എങ്ങനെ ചിരിക്കാതിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഫാം ലോസ് പിൻവലിച്ച നരേന്ദ്രമോദിയുടെ പിന്നിൽ അമേരിക്കയാണോ, നരേന്ദ്രമോദിയുടെ പിന്നിൽ ചൈനയാണോ? ചുമ്മാ പറയുന്നതാണ്. ബി.ജെ.പിയുടെ ഔദ്യോഗിക പ്രസ്താവന എന്താന്ന് നോക്കാം. ഈ പ്രസ്താവന കങ്കനയുടെ അത്യധികം പറഞ്ഞത് ശരിയായില്ല. ഇത് പാർട്ടിയുടെ അഭിപ്രായമല്ല. സ്ട്രോങ് ആയിട്ട് വന്നിട്ട് ബി.ജെ.പി. പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. കങ്കന പാർട്ടിയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ കങ്കനയ്ക്ക് പെർമിഷനുമില്ല, ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളിൽ ഓതറൈസ്ഡുമല്ല. ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് മേലാൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കങ്കന ഭാവിയിൽ പറയരുത് എന്ന ശക്തമായ താക്കീത് നൽകുന്നു. ബി.ജെ.പി. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്, സോഷ്യൽ ഹാർമണി തുടങ്ങിയ ആശയങ്ങളിൽ വിശ്വസിക്കുന്നതാണ് എന്ന്. ഒരുപക്ഷെ നമ്മുടെ ഹരിയാന ഇലക്ഷൻസ് അടക്കം തുടങ്ങിയ കാര്യങ്ങളിൽ വരുന്നതായിരിക്കാം ഈ റീസൺ. ബി.ജെ.പിയുടെ തന്നെ വളരെ തലമുതിർന്ന സെൻസിബിളായ നേതാക്കൾ, ഉദാഹരണം ബി.ജെ.പിയുടെ പഞ്ചാബ് പ്രസിഡന്റ് സുനിൽ ജാഖർ അടക്കം കങ്കനയുടെ പ്രസ്താവനയെ തള്ളി പറഞ്ഞു. രാഹുൽ ഗാന്ധി ആദ്യം മുതലേ കങ്കനയുടെ ഇത്തരം അപക്വമായ പ്രസ്താവനകളെ ചൂണ്ടിക്കാട്ടുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയത്തിൽ വ്യക്തിവിരോധം തീർക്കാനും അപമാനിക്കാനും അധിക്ഷേപിക്കാനുമാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. കങ്കനയെ പോലെ പ്രതിഭാശാലി ഒരു നടി ഇത്തരത്തിലേക്ക് തരം താഴരുത്. ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് പോലൊരു കാര്യം ഇന്ത്യയെ തന്നെ റീഡിഫൈൻ ചെയ്ത പല പ്രൊട്ടസ്റ്റുകളിൽ ഒന്നാണ്. അപ്പോൾ അത്തരം പ്രൊട്ടസ്റ്റുകളെ കരിവാരിത്തേക്കാനായി അധിക്ഷേപിക്കാനായിട്ടാണ് ഈ റേപ്പ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. അതോടൊപ്പം കങ്കനയുടെ പുതിയ സിനിമ ഇറങ്ങുന്നുണ്ട്, എമർജൻസി. അപ്പം അത്തരം വിഷയങ്ങളെ ഒന്ന് ആളി കത്തിക്കാനും ആ കോൺട്രവേഴ്സി കൊണ്ട് സിനിമയ്ക്ക് ഗുണം ഉണ്ടാക്കാനും വേണ്ടി ചെയ്യുന്നതാണ് ബേസിക്കലി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തികച്ചും അപക്വമാണ്, അപലപനീയമാണ്. നേരത്തെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച്, ഇന്ത്യയുടെ പ്രതിപക്ഷങ്ങളെക്കുറിച്ച്, ശ്രീമതി സോണിയാഗാന്ധിയെക്കുറിച്ച്, ഇന്ദിരാഗാന്ധിയെക്കുറിച്ച്, അങ്ങനെ പല ആൾക്കാരെക്കുറിച്ചും വളരെ മോശമായി പറഞ്ഞിട്ടുണ്ട്. കങ്കന ഒരിക്കൽ ട്വിറ്റർ ബാൻ ചെയ്തതുമാണ്.
ഗുജറാത്ത് കലാപങ്ങൾ ഇൻവോക്ക് ചെയ്ത് എന്തുകൊണ്ട് അത് വീണ്ടും നടക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ പരാമർശിച്ചുകൊണ്ട് കങ്കനയുടെ ട്വിറ്റർ തന്നെ അവർ റദ്ദാക്കിയതാണ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ ഡിസ്കോഴ്സ് മാന്യമായിരിക്കണം, മര്യാദ ഉണ്ടാകണം, സമവായം ഉണ്ടാകണം, സംയമനം ഉണ്ടാകണം. ആ രീതിയിലേക്ക് എത്താൻ നമ്മുടെ സമൂഹത്തിന് കഴിയട്ടെ. നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. നമസ്കാരം. ജയ് ഹിന്ദ്.